വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും അമ്മയും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് പോയതാണ് കാണിക്കണത്. അപ്പോൾ വെറുതെ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയതല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് ഒരു തുളസിമാല കെട്ടിയിട്ട് ഗുരുവായൂരപ്പനെ അവിടെ കൊണ്ടുപോയി ഇട്ടതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കണത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ വീട്ടിൽ ഒരുപാട് തുളസി ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തപ്പോൾ വീട്ടിൽ ഒരു സൈഡ് ഫുള്ള് തുളസി കാട് പോലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വിചാരിച്ചു ഒരു തുളസിമാല കെട്ടിക്കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ള തുളസിയൊക്കെ പൊട്ടിച്ചു കൊടുന്ന് വെച്ചു. ഞാൻ ഈ മാല കെട്ടണത് വുളൺ ത്രെഡിലാണ് കേട്ടോ. അപ്പോൾ ഒരു വുളൺ ത്രെഡ് ഞാൻ ഇതേപോലെ ഒരു കസേരയുടെ മേലെയാണ് ഇങ്ങനെ വലിച്ച് കെട്ടിയിറക്കണത്. കാരണം മാല കെട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ അല്ലാതെ നോർമൽ രീതിയിൽ ഒരു മാല കെട്ടണത് നമ്മൾ വിഷുവിൻ്റെ ആ ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിഷുവിന് നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു തുളസിമാലയും ഒരു തെച്ചിയുടെ മാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോർമൽ കെട്ടണ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തേക്ക് പോകണ കാരണം ഇത്തിരി തിക്കായിട്ട് കെട്ടാമെന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെ കെട്ടും എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയത്. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങനെ മാല ഫുള്ള് കെട്ടിയെടുക്കുകയാണ് ഞാൻ ചെയ്തത്. സാധാരണ കെട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണത്, പിന്നെ നല്ല തിക്കായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മാല കെട്ടണതിനെ. അങ്ങനെ നല്ല തിക്കായിട്ട് തുളസിമാല നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇത് നമ്മൾ തലേ ദിവസം രാത്രിയാണ് ചെയ്യുന്നത്. കാരണം പിറ്റേ ദിവസം നമുക്ക് നേരത്തെ അമ്പലത്തേക്ക് പോകണ കാരണം കാലത്തെ എണീറ്റ് ഒന്നിൻ്റെ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ കെട്ടിയിട്ട് നല്ല വെള്ളമൊക്കെ തെളിച്ചിട്ട് പുറത്താണ് നമ്മൾ വെക്കണത് മാല. അങ്ങനെ നമ്മൾ കാലത്ത് നേരത്തെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ അവിടെ പോയി നിന്നു. പക്ഷെ നമുക്ക് ബസ് കിട്ടിയപ്പോൾ 6 മണിയൊക്കെ ആയി. നമുക്ക് ഇവിടുന്ന്
പാലക്കാട് ഗുരുവായൂർ ഡയറക്റ്റ് ബസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഗുരുവായൂർ പോയി ഇറങ്ങാം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് അക്കിക്കാവാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്കിവിടെ അക്കിക്കാവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് ഗുരുവായൂർ ഡയറക്റ്റ് ബസ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അച്ഛൻ നേരത്തെ തന്നെ നമ്മളതിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ആക്കി തന്നു. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിലെത്തി വേഗം. അങ്ങനെ നമ്മൾ കെട്ടി വന്ന മാല വാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നു. അപ്പോൾ അതിന് മേലെ ആകെ കൂടിയിട്ട് ഒറ്റ മുല്ലമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ തുളസിമാലയും കൂടിയും അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തു. ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഒരു മാല കെട്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ശരിക്കും നമ്മൾ ഗുരുവായൂരപ്പന് കൊടുക്കണ പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ശീവേലി തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഫോണൊക്കെ അവിടെ ഇങ്ങനെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചു. നേരെ ഉള്ളിൽ കയറി ശീവേലി അപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ ചെന്നതിന് ശേഷം. അപ്പോൾ ശീവേലിയൊക്കെ കണ്ടു. അതിനുശേഷം അന്നലക്ഷ്മി ഹാളിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അന്നലക്ഷ്മി ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, നാരായണാലയം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെയും കയറി തൊഴുതു. അവിടെ കോടി അർച്ചന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ നേരെ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ പോയി പാൽപ്പായസമൊക്കെ ഷീട്ടാക്കി. അതിനുശേഷം പാൽപ്പായസമൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ പോയി. നമ്മൾ ഏകദേശം ഒരു 12 മണിക്ക് ആകുമ്പോൾ തന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ